Next is second one is the myocarditis. It is the inflammation of the cardiac muscle itself, usually associated with pericarditis or rheumatoid fever. Myocarditis നമ്മൾ കാണും. Where there is valve disorders also, ഇതൊക്കെ myocarditis, that the muscle itself is getting inflamed. Okay, now endocarditis, this is the inflammation of the lining and valves of the heart. In subacute bacterial endocarditis, there is bacterial invasion, that is bacterial infection of a valve or other parts of the endocardium. The muscle wall inflammation ആണ് due to bacterial infection. So subacute bacterial endocarditis is a serious condition that has to be treated with antibiotics, and endocarditis may also occur in rheumatic fever, which involves the valve problems. ആ വാൽവ് ഡിസോർഡേഴ്സിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സർജിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യണം, which we will talk in valve disorders. Rheumatic fever, the fourth one. This disease is characterized by polyarthritis and carditis. It is seen both in males and females equally, and age group in the പറയുന്നത് it is between commonly in children between age of 14 to 18. And ഈ rheumatic fever എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ട് ഒരു കണ്ടീഷനിലോട്ട് പോകാവുന്നതാണ്. ആൻഡ് എന്തുവാ ഇതിൻ്റെ ഇൻസിഡൻസ് എന്നും പറയുന്നത് വളരെ കൂടുതൽ ആണ്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിനെക്കാട്ടിലും ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴും അത് കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. Now, the cause of rheumatic fever എന്ന് പറയുന്നത് staphylococcus bacterial infection is staphylococcus ആയിട്ടുള്ള ഇൻഫെക്ഷൻ ദാറ്റ് എഫക്ട്സ് ദി ബ്ലഡ് ഹീമോലൈറ്റിക് ആയിട്ട് പോകുന്ന ഡ്യൂ ടു staphylococcus ആയിട്ടുള്ള ഇൻഫെക്ഷൻ. സോ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുമ്പം ഇൻഫ്ലമേഷൻ വരുന്നു, ആൻഡ് ആ ഇൻഫ്ലമേഷനെ കളയാനായിട്ട് നമ്മുടെ ബോഡിയിലെ ബോഡീസ് തന്നെ നമ്മുടെ ബോഡിയിലും ബോഡി സെൽസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ടെൻഡൻസി വരുമ്പോഴാണ് റൊമാറ്റിക് ഫീവറിൽ കാരണം ആകുന്നത്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന പെത്തോളജിക്കൽ ചേഞ്ചസ്, നമ്മൾ വാൽവുലാർ ഡിസോർഡേഴ്സ് വരുന്നത് റൊമാറ്റിക് ഫീവർ വഴി വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ പെത്തോളജിക്കൽ ചേഞ്ചസ് എന്താണ് വെൻ യു ഹാവ് റൊമാറ്റിക് ഫീവർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ ഇൻ സൈനോവിയൽ മെംബ്രെയിൻ, കോമൺ ആയിട്ട് സൈനോവിയൽ മെംബ്രെയിൻ, എനി പാർട്ട് ഓഫ് യുവർ ബോഡി യു ഹാവ് യുവർ സൈനോവിയൽ മെംബ്രെയിൻ, അവിടെ എല്ലാം കോമൺ ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് നീ ജോയിൻറ്റ്, റിസ്റ്റ് ജോയിൻറ്റ്, ഷോൾഡർ, ആങ്കിൾ, എൽബോ, എവ്രിവെയർ യു വിൽ സീ ഇൻഫ്ലമേഷൻ. ആൻഡ് ഈ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അക്യൂട്ടായിട്ട് ഒരു ദിവസം മൊത്തം നിന്നിട്ട് അടുത്ത ദിവസം ഇത് വന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ഇറ്റ് വിൽ ഗോ ബാക്ക് ടു നോർമൽ. അന്നേരം ഹാർട്ടിന് എന്താണ് പറ്റുന്നത്? അക്യൂട്ട് ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ ഈ എൻഡോകാർഡൈറ്റിസ്, എൻഡോകാർഡിയം, മയോകാർഡിയം ആൻഡ് യുവർ പെരികാർഡിയം ഓൾ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ്. ഇതിൻ്റെ അകത്ത് ദ വാൽവ് ബിക്കംസ് ഹൈപ്പറീമിക് ആൻഡ് സ്വോളൻ. ഓക്കെ, അത് സ്വോളൻ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള ഫൈബ്രിനും പ്ലേറ്റ്ലെറ്റ്സും എക്സസീവായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ആ ഹീലിംഗ് പ്രോസസ്സിന്. ആ ഫൈബ്രിനും പ്ലേറ്റ്ലെറ്റ്സും എക്സസീവായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ഇറ്റ് ഈസ് ഡെപ്പോസിറ്റിംഗ് ഓൾസോ അലോങ് ദി മാർജിൻസ് ഓഫ് യുവർ കസ്പ്, ദാറ്റ് ഈസ് യുവർ ട്രൈകസ്പിഡ് ആൻഡ് യുവർ ബൈകസ്പിഡ് വാൽവ്സിൻ്റെ ആ ലീഫേൽ എക്സസീവായിട്ട് ഫൈബ്രിൻസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അക്യൂമുലേറ്റ് ചെയ്യും. അന്നേരം ഇത് അക്യൂമുലേറ്റ് ചെയ്യുമ്പം നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് ദീസ് കസ്പ്സ് get those leaves gets thickened. ഈ ഫൈബ്രിൻ it gets converted into fibrous tissue, and ഈ fibrous tissue will spread all along the chorda tympani tendinae. What is the chorda tendinae? It is the attachment of these leaflets to the muscle. ഈ ലീഫ്ലെറ്റ്സ് മൂവ് ചെയ്യുന്നത് ഇസ് ബൈ ദ chorda tympani, which is attached, one end is attached to the cusp and the other is attached to the ventricles in the lower portion. Let me see if I can show you a diagram of that. See, this is your chordae tendineae. Over here, atrioventricular valve, which is the tricuspid valve, which has 3 cusps. These cusps are
attached, one end is attached of the chordae tendineae is attached on these cuffs, and the other is attached on the right ventricle, while your atrioventricular mitral valve, those one end of the chordae tendineae is attached on the mitral valve and the other is attached on your left ventricle. Very clearly you can visualize over here how it is. Okay, so this is the chordae tendineae. So this chordae tendineae gets thickened. അന്നേരം ഇത് മൊത്തം തിക്കൻഡ് ആകുമ്പോൾ ഫൈബ്രസ് ടിഷ്യൂ കോൺട്രാക്ചർ, ഈ ഫൈബ്രസ് ടിഷ്യൂ എല്ലാം ദാറ്റ് ഈസ് ഈ കസ്പിലും അറൗണ്ട് ദ കസ്പ് ആൻഡ് അറൗണ്ട് ദി ടെൻഡിനെ എല്ലാം സ്പ്രെഡ് ചെയ്ത് ഇത് ഫൈബ്രസ് ടിഷ്യൂ തിക്കൻഡ് ആകുമ്പം വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ലീഡ്സ് ടു കോൺട്രാക്ചർ. അന്നേരം the opening of the valve gets narrowed and stenosis occurs. Valve stenosis അല്ലെങ്കിൽ incompetency of these valves occurs due to this fibrous tissue being formed initially due to the accumulation of fibrin and platelets due to the swelling of the inflammation caused by your rheumatic fever. So rheumatic fever വരുന്നു, ഇൻഫ്ലമേഷൻ വരുന്നു, സൈനോവിൽ മെംബ്രെയിനിൽ ആണ് ഇൻഫ്ലമേഷൻ വരുന്നത്. സോ ഓൾ ത്രൂ യുവർ ജോയിൻറ്റ്സ് ഇൻഫ്ലമേഷൻ വരുന്നു. ഇറ്റ് ലാസ്റ്റ് ഫോർ എ ഡേ ആൻഡ് ഇറ്റ് ഗോസ്. പക്ഷേ ഹാർട്ടിൽ വരുമ്പം ഇറ്റ് കോസസ് സ്വെല്ലിംഗ് around the valve. ആ വാൽവിൽ സ്വെല്ലിംഗ് വരുമ്പം ദർ ഇസ് അക്യുമുലേഷൻ ഓഫ് ഫൈബ്രിൻ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് അറൗണ്ട് ദിസ്. ദീസ് fibrins get fibrosed and thickened and that is spreading towards the chordae tendineae as well. So either thickening ellam nadakkumbam it causes contracture which leads to stenosis and incompetency of the valves. അതുകൊണ്ടാണ് rheumatic fever വരുമ്പം valves are getting involved and valve disorders വന്നിട്ട് അതിന് നമുക്ക് കറക്ഷൻ ചെയ്യേണ്ടി വരുന്നത്. So this is a rheumatic fever and a clinical features എന്ന് പറയുന്നത്. The clinical feature എന്ന് പറയുന്നത് that is there will be sore throat, gradual onset of sore throat, പനി വരും, പൈറക്സിയ വരും, ടാക്കിക്കാർഡിയ, your heart will race, പൾസ് റേറ്റ് വളരെ കൂടുതലായിരിക്കും, ESR will be raised and ജനറലായിട്ട് നമുക്ക് ഭയങ്കരമായിട്ടും ക്ഷീണമായിരിക്കും തോന്നുന്നത്. പിന്നെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അണ്ടർ ദ സ്കിൻ, ജസ്റ്റ് അണ്ടർ ദ സ്കിൻ ആയിട്ട് നോഡ്യൂൾസ് ഇഷ്ടം പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും, വിച്ച് ആർ ഫേം painless nodules on the extensor surfaces of the elbow, wrist, knee, the occiput and spinous processes of lumbar and thoracic regions lokke nodules firm but painless ആയിട്ടുള്ള nodules കാണും. pink rashes on trunk and limbs കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. chorea occurs 2 months after the infection. Now carditis, especially specific to the heartil rheumatic fever വരുവാണെന്നുണ്ടെങ്കിൽ what can you investigate and find out? Heart murmurs കാണും, that is S3 S4 abnormal heart sounds endocarditis കാണും. cardiac enlargement in myocarditis, inflammation of the muscles itself. friction rub in pericarditis, that is ഒരയ്ക്കുന്ന ഒരു സൗണ്ട്, ഹാർട്ടിൻ്റെ സൗണ്ട് കൂടാതെ ഫ്രിക്ഷണൽ റബ്, ബിക്കോസ് ദി ഹാർട്ട് കവർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫൈബ്രോസ്ഡ് ആൻഡ് ആ ഡയസ്റ്റോളിക് ഫേസിൽ എസ്പെഷ്യലി എന്തുവാ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുമ്പം ഈ പെരിക്കാർഡിയം ബിക്കോസ് ഓഫ് ഇറ്റ്സ് തിക്കനിങ് അത് സ്ട്രെച്ച് ചെയ്യുമ്പം ആ ഫ്രിക്ഷണൽ റബ്ബ് നന്നായിട്ട് നമുക്ക് ഓസ്കുലേറ്റ് ചെയ്യുമ്പം കേൾക്കാനായിട്ട് പറ്റും. ഇനി പോളിആർത്രൈറ്റിസ്, റുമാറ്റിക് ഫീവർ ഇറ്റ് ഇൻവോൾവ്സ് ദി ജോയിൻറ്റ്സ്. സോ പോളിആർത്രൈറ്റിസ് വരുമ്പം വാട്ടനോൾ അത് ടിപ്പിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പെയിൻ, സ്വെല്ലിംഗ്, ടെൻഡനസ് ആൻഡ് ഹീറ്റ് അറൗണ്ട് ദോസ് ജോയിൻറ്റ്സ്. ആൻഡ് ഇത് ഒരു സമയത്ത് ഒരു ജോയിൻറ്റിലാണെങ്കിൽ വേറൊരു സമയത്ത് വേറൊരു ജോയിൻറ്റിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. മാനേജ്മെൻറ്റ് ഹാസ് ടു ബി ഡൺ അക്കോർഡിംഗ്ലി. And it is divided, rheumatic fever is divided into acute, subacute and chronic stages. ഇനി acute stagesലാണെങ്കിൽ എന്താണ്, ബെഡ് റെസ്റ്റ് ആണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് പറയുന്നത് until there is no fever. ആൻറ്റിബയോട്ടിക്കും അനാൽജീസിയം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ജോയിൻസിനെ ഒത്തിരി ഇൻഫ്ലുവൻസ്ഡ് ആക്കാതിരിക്കാനായിട്ട് ഇസ് ഗിവൺ. അക്യൂട്ട് സ്റ്റേജിൽ ഫിസിയോതെറപ്പി നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തില്ല. സബ് അക്യൂട്ട് സ്റ്റേജിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദ പേഷ്യൻറ്റ് ഇസ് progressively mobilized at this stage, and ഇതിൻ്റെ അകത്ത് ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് is relief of pain, regaining mobility, strengthening the muscles and restoring the patient's confidence.
ഇതിൻ്റെ അകത്ത് പെയിൻ റിഡക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ഐസ് ടു റിലീവ് ദ പെയിൻ അപ്ലൈഡ് ഇൻ ടവൽസ് അറൗണ്ട് ദി എഫക്റ്റഡ് ജോയിൻറ്റ്സ്, റേഡിയൻറ്റ് ഹീറ്റ് ഓയിൻമെൻറ്റ്സും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ടു റിലീവ് പെയിൻ, വാർമിംഗ് ദ മസിൽസ് പ്രയർ ടു എക്സസൈസ്, വാക്സ് തെറപ്പി ഒക്കെ നമുക്ക് ജോയിൻറ്റ്സിൽ പെരിഫറൽ ജോയിൻറ്റ്സിന് കൊടുക്കാനായിട്ട് പറ്റും. ഫ്രീ ആക്ടിവിറ്റി എക്സസൈസസ് ഡിസൈൻഡ് ടു മൂവ് ഈച്ച് ജോയിൻറ്റ്, ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ഷുഡ് ബി ടോട്ട്, നോൺ വെയ്റ്റ് ബെയറിംഗ് പൊസിഷൻസും ഒക്കെ ടു റിലീവ് ദ പെയിൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പൂൾ തെറപ്പി ഈസ് വെരി ഗുഡ്. വാം വാട്ടറിൽ സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്തിട്ട് വാക്കിംഗ് റീഎഡ്യൂക്കേഷൻ ക്യാൻ ബി പ്രൊമോട്ടഡ് ആസ് ഇൻ പൂൾ തെറപ്പി ആൻഡ് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക ടു ഡു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുക എന്നാണ് നമ്മുടെ എയിം. പ്രോഗ്നോസിസ് ഓഫ് ദീസ് പേഷ്യൻസ് മാർക്ക് എ കംപ്ലീറ്റ് റിക്കവറി. നല്ല രീതിയിൽ റിക്കവർ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. എ സ്മോൾ നമ്പർ have permanent damage to the heart valves resulting in stenosis or incompatibility, which we have to go for surgical management. ഇനി സിഗ്നിഫിക്കൻസ് ഇൻ ഫിസിയോതെറപ്പി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എ ഫിസിയോതെറപ്പിസ്റ്റ് ട്രീറ്റ് എ പേഷ്യൻറ്റ് ഹു ഹാസ് എ ഹിസ്റ്ററി ഓഫ് റുമാറ്റിക് ഫീവർ, ചെക്സ് ദാറ്റ് there is no cardiac impairment as it may be necessary to modify the treatment program. So അങ്ങനെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെക്ക് ചെയ്ത് പ്രശ്നങ്ങളില്ല, സ്റ്റിനോസിസ് ഇല്ല, വേറെ എൻലാർജ്മെൻറ്റ്സോ ഒന്നുമില്ല എന്ന് കൺഫേം ചെയ്തതിന് മാത്രമേ നോർമൽ രീതിയിലുള്ള ഒരു ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ് കൊടുക്കാവൂ. അല്ലെങ്കിൽ അക്കോർഡിംഗ്ലി വി ഹാവ് ടു ഗിവ് യുവർ ഫിസിയോതെറപ്പി എക്സസൈസ് പ്രോഗ്രാം യു ഹാവ് ടു സെറ്റ്. And before and after operation, where a valve defect is treated surgically, you have to give physiotherapy management. It is very important if there is a stenosis or malfunction of these valves. Surgical management ചെയ്യുമ്പോൾ pre and post operative management ഉണ്ട്, which we will discuss later on. കോമൺ ആയിട്ടുള്ള സർജിക്കൽ മാനേജ്മെൻറ്റ് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം.